പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ നിർത്തിയെടുത്തുന്നാട്ടോ ഈ കാണിക്കുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ കസിൻ്റെ അമ്മായിയമ്മയ്ക്ക് വേണ്ടിയിട്ട് 2 സ്റ്റിച്ച് ചെയ്ത ചുരിദാറാണ്. അതിൽ നെക്കിൽ എന്തെങ്കിലും കുട്ടി കുട്ടി എംബ്രോയ്ഡറി വർക്ക് ആൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാട്ടോ. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ചധികം ദിവസങ്ങളായി. സമയം എടുക്കുന്നുണ്ടല്ലോ, അല്ലെന്നേ ഇതിപ്പോ ഇത്ര തീർന്നില്ല. ഇത് എത്ര പാടുപെട്ടാ ഞാൻ ഇത്ര ആക്കിയെടുത്താന്നറിയാമോ? സ്പീഡിൽ ചെയ്യുമായിരുന്നു ഇത്ര നേരം. അങ്ങനെയാണ് ഇങ്ങനെ ആക്കിയെടുത്തത്. ആ പൂവൊന്നും തീരണമുണ്ടായിരുന്നില്ല. ഫ്രഞ്ചിനോട്ടൊന്നും ഭയങ്കര പാടായി. ഫ്രഞ്ചിനോട്ടൊക്കെ ഇട്ടാലും നമ്മൾ വിചാരിക്കണ പോലെ അല്ല, നീങ്ങത്തില്ല പണി. എംബ്രോയ്ഡറിക്ക് ഇത്ര സമയം എടുക്കണത്. ഇത്രയും നേരം ഇത്രയും ചെയ്ത് കണ്ടിന്യൂസ് ഇരുന്നിട്ടല്ലേ ഇപ്പൊ ഇത്ര ആയത്. ചേച്ചി പോണ നേരത്ത് ചെയ്യാൻ തുടങ്ങിയതല്ലേ. എന്നിട്ട് വേഗം ചെയ്യായിരുന്നു. കാരണം അവരാണ് പുറപ്പെട്ടെന്നാണ്. അപ്പൊ അവര് പുറപ്പെട്ടത് കൊണ്ട് ഇനിയിപ്പോ ഇവിടെ അവര് വരാൻ നേരത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന തീർപ്പാവത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തിരക്കിട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ ധന്യ ചേച്ചി പോണതിന് ഇത് ഫിനിഷ് ചെയ്ത് വെച്ചു. പിന്നെ ഒരെണ്ണം 5 മണിക്ക് തുടങ്ങിയിട്ട് 9 മണി വരെ കണ്ടിന്യൂസ് അവൾ അവിടുന്ന് എണീക്ക് പോലും ചെയ്യാണ്ടിരുന്നിട്ടാണ് രാത്രിയിൽ അവർക്ക് സാധനം കൊടുത്തു വിടാൻ പറ്റിയത്. ആ റെഡിൽ ചെയ്തുകൊണ്ടിരുന്ന നല്ല ഭംഗിയുണ്ടായിരുന്നു എന്നാട്ടോ അവൾ പറഞ്ഞത്. ഞാനത് കണ്ടില്ല, അതുകൊണ്ട് വീഡിയോ എടുക്കാനും പറ്റില്ല. അവർ വന്നപ്പോൾ അവർ ഹാൻഡിൽ ചെയ്യണതിൻ്റെ തിരക്കിലായിപ്പോയി ഞാൻ. പിന്നെ ഗിയാരയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ ഈ ഒരു വീടിൻ്റെ സെറ്റപ്പ്. വലിയ ക്വാളിറ്റി ഒന്നുമില്ല, എന്നാലും ഇപ്പോൾ 2 ദിവസമായിട്ട് അതും കൂടെ നടക്കുന്നത്. ചലിക്കുന്ന വീടായൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇപ്പോൾ കട്ടിലേല തുണി തയ്ക്കണമല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, അലക്കണത് കണ്ടിട്ടില്ലല്ലോ. ഇന്ന് അലക്കുത്സവമാണ്. അലക്കുത്സവം ഭീകര അലക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണം കേട്ടോ. അലക്കും കുളിയൊന്നും ഇല്ലല്ലേ? നല്ല കേട്ടോ, എന്നും കുളിക്കും. അതെ, വാഷിംഗ് മെഷീൻ എന്നും അലക്കും. ഇത് പുറത്തിടുന്ന ഡ്രസ്സുകളാണ്. പുറത്തിടുന്ന ഡ്രസ്സുകളെല്ലാം എടി ആ റോസ് കളർ സോപ്പിട്ട് അല്ലെങ്കിൽ ആ വൈറ്റ് കളറൊക്കെ ഒരു ഇതാകും കേട്ടോ. സോപ്പ് പൊടിയിട്ട് ഇളക്കണാണ് ഏറ്റവും നല്ലത്. ഇതാണ് ഗൈസ് നമ്മുടെ വീടിൻ്റെ പുറക്. ആ കാണുന്ന ബിൽഡിംഗ് ആണ് വൈക്കം PWD റെസ്റ്റ് ഹൗസ്. ആ ബിൽഡിങ്ങിന്റെ അപ്പുറം കായലാട്ടോ. എന്താ അവിടെ ഉപേക്ഷിച്ച സോപ്പ് പൊടിയിട്ട് അലക്കുന്നത്. എനിക്ക് ഈ സോപ്പിട്ട് ഉരക്കണ ഇഷ്ടമല്ല. ഞാൻ സോപ്പ് പൊടി ഇട്ടിട്ട് കുത്തും. ഈ നനച്ച് കുത്തി പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്റ്റോൺ വർക്കൊക്കെ ഉള്ള തുണിയാട്ടോ. നമുക്ക് അലക്കി കാണിക്കാനായിട്ടുള്ള ടോപ്പ് കൂടെ എടുത്തോണ്ട് പോയി മേളിൽ നിന്ന് എടുത്തോണ്ട് വരുവാ. ഇത് വേണ്ട, ഈ തുണിയൊക്കെ ഇതേപോലെ അലക്കാം, നോ പ്രോബ്ലം. കല്ലുകൾക്കൊന്നും വലിയ ഡാമേജ് ഇതുപോലെ നമുക്ക് അലക്കാം. ഇതിന് അപ്പുറം നമ്മൾ ഇതിനെ ഉപദ്രവിക്കരുത് കേട്ടോ. ഇവിടെ അലക്കാൻ സഹായം വന്നിട്ടുണ്ട്. ഇനി ബക്കറ്റില് അങ്ങനെ ഞായറാഴ്ചയും കൂടി കഴിഞ്ഞിരിക്കുന്നു. അന്നത്തെ മെയിൻ പരിപാടി അലക്കല്, അടിക്കല്, തുടക്കല് അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞപ്പോൾ ക്ഷീണമായി. പിന്നെ ഇത് പിറ്റേ ദിവസം ആട്ടോ. ഇത് എമർജൻസി ആയിട്ട് ചെയ്ത് തീർക്കേണ്ടതാണ്. ഇത് നമ്മൾ സ്കാലപ്പിനൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. ഇതിനൊരു ചെറിയൊരു അബദ്ധം സംഭവിച്ചു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി പ്രത്യേകം പറഞ്ഞു വെച്ചിട്ട് വൈഡ് ആക്കിക്കോളാൻ. ശരിക്കും നമ്മൾ ഈ സ്കാലപ്പിനൊക്കെ അധികം വൈഡ് ആക്കിയാൽ കയ്യിൽ നിന്ന് പോകും. അത് കഴിഞ്ഞ ദിവസം നമ്മുടെ ധന്യ ചേച്ചിക്ക് ഒരെണ്ണം സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് വിട്ടില്ലേ, അത് സ്കാലപ്പിനൊക്കെ ഇങ്ങനെ മലന്ന് പോയിന്ന് ചേച്ചി പറഞ്ഞു. അതുകൊണ്ട് ചേച്ചിക്ക് അത് ഉത്സവത്തിന് ഇടാൻ പറ്റിയില്ല. അങ്ങനത്തെ ഒരു അബദ്ധം തന്നെ ഇതിന് വലിയ മലക്കലും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ നല്ല വൈഡാക്കി വന്നപ്പോൾ ഈ വീനൊക്കെ നമ്മുടെ കൈവിട്ട് പോകുന്നൊരു കേസാണ്. ക്ലീവേജ് കാണാൻ പറ്റുന്നു. നെക്കിൻ്റെ ലെങ്ത് എടുത്ത് നോക്കിയപ്പോൾ ചേച്ചി പറഞ്ഞു, അയ്യോ അത് ക്ലീവേജ് കാണാൻ പറ്റുമോ, ഇത്തിരി കയറ്റാൻ പറഞ്ഞു. അങ്ങനെ അത് കയറ്റിക്കൊണ്ടിരിക്കുന്ന പരിപാടിയില്ല കേട്ടോ. ഇതിപ്പോൾ സ്റ്റീമേൺ ചെയ്തപ്പോഴത്തേക്ക് നിറം മാറിയത് കണ്ടില്ല. ആദ്യമേ നാൻസിയും ചേച്ചി പേടിച്ചു പോയി. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ നിറം അങ്ങോട്ട് പഴയ പോലെ ആകും കേട്ടോ. സത്യം പറഞ്ഞ വെള്ളം വന്നില്ല എന്നുണ്ടെങ്കിൽ തുണി എപ്പം കരിഞ്ഞെന്ന് ചോദിച്ചാൽ മതി. ഞാൻ 9 മണി മുതൽ ഒരുങ്ങിയിരിക്കുവാണ് ഇവിടെ. ഇതില് മുത്തുപിടിപ്പിക്കാൻ അവരോട് ഇതിനകത്തുനിന്ന് കൈയെടുക്കാൻ പറ്റുന്നില്ല. മണി ഇപ്പോൾ 1 മണി കഴിഞ്ഞു.
ഇതൊരു മം ഡോട്ടർ കോംബോ തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ കോട്ടണിൽ സിക്സാഗ് തന്നെ ബ്ലൂ കളറിൽ അയച്ചു കൊടുത്തില്ലേ, ആൾക്ക് തന്നെയുള്ളതാണിത്. ആൾ 22-ാം തീയതി അയർലൻഡിന് പോകും. സംഗതി ഒരു 2 ദിവസം അല്ല, തലേ ദിവസങ്ങളിൽ ചേച്ചിക്ക് അത് എത്തണം. അതിന് തിങ്കളാഴ്ച ഇന്ന് അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അന്ന് അയച്ചേ പറ്റത്തുള്ളൂ. സത്യം പറഞ്ഞ് ഇതിന് ഒരു പണി ഉണ്ടാവത്തില്ല, കാരണം കുറച്ച് മുത്തുകൾ മാത്രം പിടിപ്പിച്ച് നമുക്ക് വൈകുന്നേരം തന്നെ അയക്കാന്നുള്ള രീതിയിൽ ഇരുന്നപ്പോഴാണ് ക്ലീവേജിൻ്റെ ഒരു പ്രോബ്ലം വന്ന് സ്ലീവൊക്കെ മുത്ത് അഴിക്കേണ്ടി വന്നത് കയറ്റാനായിട്ട്. അങ്ങനെ ചെയ്യേണ്ടി വന്നു. പിന്നെ അത് മാത്രമല്ല, വർക്ക് നമ്മൾ ഈ വർക്കല്ല ആദ്യം ചെയ്തിരുന്നത്. അത് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരു തൃപ്തി വരുന്നില്ല. ചേച്ചിക്ക് ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ ചേച്ചിക്ക് ഒരു തൃപ്തി ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, നേരമില്ല, തീർന്നു, സമയമില്ല. 6:30 കൊറിയോഗ്രാഫേഴ്സ് അയക്കണതിന് മുന്നേ ഇത് കൊണ്ട് കൊടുക്കണം. സമയമില്ലാത്ത സമയത്ത് പിന്നെ അത് അഴിച്ചിട്ട് രണ്ടാമത് ചെയ്തതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ചേച്ചി എന്നെ വിളിച്ചത് പറഞ്ഞു, നൈസി എന്നെ കൊല്ലല്ലേ തല്ലല്ലേ ചീത്ത ഒന്നും പറയരുത്, എനിക്കൊരു ഷോളും കൂടി വേണമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ആ സമയത്ത് വേഗം ഇതാണ് നമ്മൾ നേരത്തെ ചെയ്തിരുന്ന ഡിസൈൻ. ഇത് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല, ചേച്ചിക്കും ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ട് നമ്മളത് ചേഞ്ച് ചെയ്ത് നമ്മുടെ സ്ഥിരം സ്പ്രെഡ് വർക്ക് പോലെ തന്നെ ചെയ്തെടുത്തേക്കുമാണ്. അങ്ങനെ ഒന്നും പറയണ്ട. ഇത് എങ്ങനെയാണ് ഇത് തീർന്നതെന്ന് ഒരു പിടുത്തമില്ല. നമ്മളിങ്ങനെ തിരുവോ കാരണം അന്ന് അയച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അയച്ചിട്ട് കാര്യമില്ല, നടക്കൂല. അങ്ങനെ കുട്ടിയുടെ ഇതാണ്, ഏത് കുഞ്ഞുപിള്ളേർ ഉടുപ്പ് കണ്ടാലും ഗീ എടുത്തോണ്ട് പോകും, എൻ്റെ ആണെന്ന് പറഞ്ഞുകൊണ്ട്. ഇതിലും ചെറിയതായിട്ട് ഈ സ്റ്റോണൊക്കെ നമ്മൾ ഒട്ടിക്കുന്നതൊക്കെ ഉണങ്ങാനുള്ളൊരു ഗ്യാപ്പ് പോലും ഇല്ല. 4 മണിക്കാണ് നമ്മൾ മറ്റേത് അഴിച്ച് കളഞ്ഞിട്ട് പുതിയ വർക്ക് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അത് ഉണങ്ങണമല്ലോ സ്റ്റോണൊക്കെ ഒട്ടിക്കുന്നത്. ഈശ്വര ഒന്നും പറയണ്ട. അങ്ങനെ ഒരുവിധം സെറ്റാക്കി ഞാൻ അവിടെ 6:45 കൊറിയർ ഓഫീസിൽ ചെന്നതും വണ്ടി അവിടെ വന്ന് കിടക്കുവാണ് സാധനം കൊണ്ടുപോകാനായിട്ട്. ലാസ്റ്റ് എൻ്റെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ ഇടയിൽ വെച്ചാട്ടോ കൊടുത്ത് വിട്ടേക്കണം, കല്ലൊന്നും പറഞ്ഞു പോവല്ലേ എന്നുള്ള പ്രാർത്ഥനയിൽ നമ്മൾ മടക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവരത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ മടുത്ത് ശരിക്കും ടയേർഡായിപ്പോയി. നടുവൊക്കെ ഭയങ്കര വേദന, കാരണം നമ്മളിങ്ങനെ തിരുവോ അനാവശ്യ ടെൻഷനും കാര്യങ്ങളും എല്ലാം കൂടി ആയതുകൊണ്ടേ. അങ്ങനെ താഴത്ത് വന്നപ്പോഴത്തേക്കും അമ്മയാണെങ്കിൽ എവിടെ മീൻ നന്നാക്കിക്കൊണ്ടിരിക്കട്ടെ. ഇത് മാറ്റാൻ കുറിച്ചില്ല. അതിങ്ങനെ ഈ ചുണ്ണാമ്പ് പോലത്തെ ഒരു സംഗതി ഇതിന് കാണുമല്ലോ. അതിങ്ങനെ ചിലപ്പോൾ ഈ പുതിയ സ്ക്രബ്ബർ പോലെ ഉണ്ടെങ്കിൽ സ്ക്രബ്ബർ ഇട്ട് വരയ്ക്കും കേട്ടോ. നമ്മളിങ്ങനെ പാത്രം കഴുകണ സ്ക്രബ്ബറില്ല, അതിന് മീനിന് ഉരയ്ക്കാൻ വേണ്ടി മാത്രം സെപ്പറേറ്റ് വെക്കും. ഇപ്പം ചേച്ചിയമ്മ ചിരവയിട്ടാട്ടോ ഉരയ്ക്കുന്നത്. ചിരവേന്ന് ചിരട്ടയിട്ടാ ഉരയ്ക്കുന്നത്. മീനിന്റെ പേരെന്നാ? അപ്പൊ മീൻ പിടിച്ചാ? അപ്പയുടെ പേരെന്താ? ആ കറി വെക്കാം. കിയാക്കി വേണോ മീമി? ചിക്കൻ വേണോ? ചിക്കൻ മതിയാ? മീമി വേണ്ടേ? മീൻ വേണോ ചിക്കൻ വേണോ? പറ ഇങ്ങോട്ട് വാ. എന്തിനീ ഫ്രിഡ്ജ് തുറക്കണേ നേരം? ഫ്രിഡ്ജ് അടച്ചതിനകത്തൊന്നുമില്ല മോളെ. എടി വാടി, മുട്ട പൊട്ടി പോവും. കിയാവേ വാ മോളെ. ഒരു മുട്ടയും കൊണ്ട് അകത്തോട്ട് വയ്ക്കും. അത് താറാൻ മുട്ട താഴത്തെങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ ഉളുമ്പ് താറ്റായിരിക്കും. മുട്ട പൊട്ടി. ഭയങ്കര കുസൃതിയാണ്. ഫ്രിഡ്ജിലുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ കണ്ണ് തെറ്റിയിട്ടുണ്ടെങ്കിൽ കുടഞ്ഞൊക്കെ ഇടും കേട്ടോ. മഹാ അലമ്പാണ് എപ്പോഴും ഈ വീട്. ഇപ്പം ഞങ്ങൾ മറ്റേ എറണാകുളത്തായിരുന്നപ്പോൾ ഈ വീട് എന്ത് വൃത്തിയാണെന്നറിയാം. ആഴ്ചയിൽ കയറി വരുമ്പോൾ നല്ല വൃത്തിയുള്ള വീടായിരുന്നു. ഇപ്പം ഈ കിയാര എന്തൊക്കെയാണോ 5 മിനിറ്റ് നമ്മൾ തുടച്ചടിച്ചെല്ലാം വൃത്തിയാക്കി പറഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടിച്ചിട്ട് ഒരാഴ്ചയായിട്ടുള്ള വീട് പോലെ ആക്കിയിടും. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയത്തില്ല. എല്ലാ സാധനവും വലിച്ചു വാരിയും പിടിച്ചും ഒക്കെ എങ്ങനെ ഇടും കേട്ടോ. അങ്ങനെ ഞാനിവിടെ മീൻകറി വെക്കുവാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. പക്ഷെ അമ്മയ്ക്ക് തീരെ വയ്യ. അമ്മ മീൻ വെട്ടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണമായിപ്പോയി. മീൻകറി നീ വെച്ചോടി, ഞാൻ എന്നാൽ കുറച്ച് ചീര ഉണ്ടായിരുന്നു, ആ ചീര അങ്ങോട്ട് നന്നാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അതിന് വേണ്ടിയിട്ട് പോയി കേട്ടോ. അങ്ങനെ ഞാൻ വേഗം വെച്ചിട്ട് മുളകിട്ട് കറി വെച്ചു. നല്ല മീനായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഈ മീന് വേറൊരു ടേസ്റ്റ് കയറി വരും. പക്ഷെ നല്ല മീനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടേസ്റ്റുള്ള മീനാണ് എനിക്കിഷ്ടമാണ്. കരിമീൻ നമ്മൾ അതേപോലെ തന്നെ എടുത്ത് വെള്ളം ഒഴിച്ച് ഫ്രീസറിലോട്ട് വെച്ചു. കാരണം അന്ന് വൃത്തിയാക്കൽ ആർക്കും നടപ്പുള്ള കേസല്ല, ഭയങ്കര ക്ഷീണമായിപ്പോയി. പിന്നെ ചീര എല്ലാം കഴുകി വെച്ചെന്നേ ഉള്ളൂ, അതും ഒന്ന് കറി വെക്കുന്നില്ല. അത് അതേപടി എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ച് നമ്മുടെ അന്നത്തെ ദിവസം അവിടെ സമാഗമനമായി തീർന്നു. ഞാൻ എന്നിട്ട് മീൻകറിയൊക്കെ കൂടി ചോറ് കഴിച്ചു കേട്ടോ. ആ സമയത്താണ് ജെയ്സൺ കൊച്ചു പറഞ്ഞ പോലെ തന്നെ അപ്പം ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കുറേ ദിവസമായി ഞാനിച്ച് പറയുന്നു ബ്രോസ്റ്റഡ് തിന്നിട്ട് നല്ല കുറേ നാളായില്ല, ഇച്ചിരി ഒന്ന് കഴിക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് വന്നതോടെ. ഞാൻ ചോറൊക്കെ കഴിച്ചിട്ടിരിക്കണതിൻ്റെ പാത്രമാണ് അതുകൊണ്ട് എനിക്കാണെങ്കിൽ ഒരു ഇച്ചിരി കഷ്ണം പോലും വായിലോട്ട് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വയറ് നിറഞ്ഞ് നല്ല ഫില്ലായിട്ട് നല്ല ബ്രോസ്റ്റഡ് ആട്ടോ. എനിക്ക് തോന്നുന്നു KFCനേക്കാളും ടേസ്റ്റ് ഉള്ളത് ഇവിടുത്തെ ചെമ്പിലെ ഒരു കടയിലെ ബ്രോസ്റ്റഡാണ്, നല്ലതാണ്. ഇതിപ്പോൾ പിറ്റേ ദിവസമാണ്. നമ്മളൊരു സ്ഥലം വരെ പോകുവാണ്. നമ്മളിപ്പം തൈക്കൂടം മെട്രോ സ്റ്റേഷൻ്റെ അവിടെ വന്ന് നിൽക്കുവാണ്. നമ്മുടെ
ഉദ്ദേശം ആലുവയാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ആലുവയ്ക്ക് പോകാൻ പോവുകയാണ്. ആലുവ വഴി പാസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ ആലുവയിൽ കാല് കുത്തിയിട്ടില്ല നമ്മൾ. അങ്ങനെ നമ്മൾ മെട്രോയിൽ വന്ന് ടിക്കറ്റ് എല്ലാം എടുത്തു. നാൻസിനെ ആരെയും കടത്തി വിടുന്നില്ല. ഇതിലെ പോയി ചാടിപ്പോര്. അകത്തി പിടിച്ച് ഇങ്ങനെ കാണിക്ക്. അവസാനം നാൻസിനെ കടത്തി വിട്ടു. അപ്പം നമ്മൾ ആലുവ ഭാഗത്തേക്കുള്ള പോക്കാണ്. അവിടെ ചെന്നിട്ട് ഭയങ്കര ചൂടാട്ടോ. ഷീറ്റെല്ലാം മുകളിൽ ഇട്ടേക്കുന്നത്. നമ്മൾ ട്രെയിനൊക്കെ കിട്ടി നമ്മൾ സ്ഥലത്തെത്തി. ഭയങ്കര ചൂടാട്ടോ. പൊള്ളുവാണ്. നമ്മുടെ കമ്മത്തിന്റെ കട പോലത്തെ കടകൾ എവിടെ ഇരിക്കണം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലക്ഷ്യസ്ഥാനം, PKV ഹോൾസെയിൽ നൈറ്റി ഫാബ്രിക്സ് ആലുവ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് തന്നെ വരും കേട്ടോ. നമ്മുടെ ആലുവ മാർക്കറ്റില്ലേ, മാർക്കറ്റ് റോഡിലാണ് ഈ ഷോപ്പ് ഇരിക്കുന്നത്. ഇതൊക്കെ 290 തന്നെയാണോ വരുന്നത്? അതൊരു കൂടുതൽ കിട്ടുമായിരിക്കും അല്ലേ? ഇതെങ്ങനെയുണ്ട് ആ റെഡ്? ഇത് ശരിക്കും നമുക്ക് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാം അല്ലേ? നൈറ്റി എന്നുള്ളതിനേക്കാൾ ഉപരി ഇത് നൈസ് അല്ലേ? ഈ ഒരു സെക്ഷനേ അടിപൊളിയാ. ഇത് കണ്ടോ, ഇത് നൈറ്റി വിത്ത് ഷോളോ? ഷോളും കിട്ടുമോ നൈറ്റിയുടെ കൂടെ? ഓ എനിക്ക് തോന്നുന്നു മുസ്ലിംസിന് ഇടാനായിട്ടല്ലേ. ഓ ആദ്യമായിട്ട് കേട്ടോ നൈറ്റി മെറ്റീരിയൽ ഷോളും കൂടി കിട്ടുന്നത് ഞങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊക്കെ അറിയായിരിക്കും, നമുക്കറിയില്ല കേട്ടോ. ആദ്യമായിട്ട് ഞങ്ങൾ അമ്പരന്ന് കേട്ടത് ഷോളും കൂടി കിട്ടുമെന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു ഈ ആലുവ ഭാഗത്തൊക്കെ കൂടുതൽ മുസ്ലിംസ് ഉള്ളതാണ്, അപ്പോൾ അവരെ കേന്ദ്രീകരിച്ചാണ് ഇങ്ങനെ ഷോളും കൂടി വരുന്നത്. അപ്പോൾ വീട്ടിലൊക്കെ അവർക്ക് നൈറ്റിയുടെ കൂട്ടത്തിൽ ഷോളും കൂടി മാച്ചിങ് ആയിട്ട് കിട്ടുമല്ലോ. നല്ലതാട്ടോ, നല്ല മെറ്റീരിയലാണ്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈറ്റി ആക്കാനല്ല എനിക്ക് തോന്നിയത്, കണ്ടിട്ട് ഒരു ചുരിദാർ സെറ്റാക്കാനാണ് തോന്നിയത്. ഒരു പാൻറ്റും കൂടി ഉണ്ടെങ്കിലുള്ള നമുക്ക് സെറ്റാക്കി എടുക്കാം. ഇത് ഷോള് വരുന്ന ആ നാൻസിയുടെ ബാഗിലിരിക്കുന്നതൊക്കെ കൂടുതലും വിത്ത് ഷോളാണ് വരുന്നത്. ഷോള് വരുന്നത് എല്ലാ മെറ്റീരിയലും 250 രൂപയാണ് വില വരുന്നത് കേട്ടോ. ഒരു നൈറ്റി ബിസിനസ് ഒക്കെ തുടങ്ങിയാലോ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട്. പുറത്തൊന്നും പോയി ജോലിക്ക് പോകാൻ പറ്റാൻ സാഹചര്യം ഇല്ലാത്തവരുണ്ട്. പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് ചെയ്ത് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയൊരു ബിസിനസ് ആട്ടോ നൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈറ്റി ഉപയോഗിക്കാത്തവരായിട്ട് കാണില്ലല്ലോ. അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വസ്ത്രമാണ് നൈറ്റി എന്ന് പറയുന്നത് വീട്ടിൽ നിൽക്കാൻ നേരത്ത്. ഈ നൈറ്റി മെറ്റീരിയൽ കൊണ്ട് നൈറ്റി മാത്രമേ തയ്ക്കാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ല കേട്ടോ. വീട്ടിലിടുന്ന കുഞ്ഞു പിള്ളേർക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ല എയർലൈനായിട്ടും ഫ്രില്ലൊക്കെ വരുന്ന രീതിയിൽ നല്ല അടിപൊളി വസ്ത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഈ നമ്പറിലോട്ട് നിങ്ങൾ വാട്സാപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കയ്യിൽ PKV കളക്ഷൻസിലുള്ള എല്ലാത്തിൻ്റെയും ഫോട്ടോസ് അവർ അയച്ചു തരും. നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്നാന്ന് വെച്ചാൽ മിനിമം 10 പീസ് എന്താണെങ്കിലും എടുത്തിരിക്കണം. ഇതൊരു ഹോൾസെയിൽ കടയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ മിനിമം എടുക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു സെറ്റിൽ നിന്ന് തന്നെ നമ്മൾ 10 എടുക്കണമെന്ന് അവർ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെറ്റിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ഓരോന്നേ എടുത്ത് നമുക്ക് 10 ആക്കാം. അങ്ങനെ നമുക്ക് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. പലതരത്തിലുള്ള മെറ്റീരിയൽസ് ഇതേപോലെ ഓരോന്നേ വാങ്ങിച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ പരിചയത്തിലുള്ളവർക്കൊക്കെ കൊടുത്ത് പതിയെ തുടങ്ങാവുന്നതേ ഉള്ളൂ. എനിക്ക് ഒരുപാട് പേരെ അറിയാം ഈ പുറത്തുനിന്ന് ഇങ്ങനെ മെറ്റീരിയലൊക്കെ കൊണ്ടുവന്ന് വീട്ടിലെത്തിച്ച് കൊടുത്തിട്ട് നൂലും എല്ലാം കൊടുക്കും, എന്നിട്ടത് സ്റ്റിച്ച് ചെയ്ത് മാത്രം കൊടുക്കുക. അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ. അത് ശരിക്കും ഒരു തുച്ഛമായ വരുമാനമുള്ള അതിനകത്ത് നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ തന്നെ മെറ്റീരിയൽ എടുത്ത് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇരട്ടി വരുമാനമല്ലേ കിട്ടുന്നത്. പക്ഷെ നമ്മൾ മെറ്റീരിയൽ എടുക്കാന്നൊക്കെ ഉള്ളത് നമ്മുടെ റിസ്ക് ആണ്, നമ്മളത് ചെയ്യണം, എന്നാലേ നമുക്ക് വിജയിക്കാൻ പറ്റൂ. അപ്പോൾ ഇത് 3 മീറ്റർ 20 സെന്റിമീറ്റർ വരുന്ന സെറ്റാണ്. അത്യാവശ്യം നല്ല നീളവും വീതിയും വരുന്ന ഇതാട്ടോ. ഇത് നൈസാണ് ഈ മെറ്റീരിയൽ, ക്വാളിറ്റി രസമുണ്ട് അല്ലേ. ഇതിന്റെ റേറ്റ് എങ്ങനെയാ വരുന്നത്? ഇത് റേറ്റ് നോക്കി 160 രൂപയുള്ളൂ. ഇത് വരുന്നുണ്ട്. ഇത് നല്ല കേട്ടോ, നല്ല ക്വാളിറ്റിയും തോന്നുന്നു അല്ലേ. തൊട്ടിട്ട് തന്നെ നമുക്ക് നല്ല ഓറഞ്ച് കളർ, ബോട്ടിൽ ഗ്രീൻ ഒക്കെ നൈസ് അല്ലേ കാണാൻ. ഇത് എനിക്ക് നല്ല ഇഷ്ടമായി ഈ കളർ കോമ്പിനേഷൻ. ഓറഞ്ച് നല്ല കാര്യമായിട്ട് ഇത് കൊള്ളാം. ബ്ലാക്ക് ഉണ്ടോ? ഫസ്റ്റ് കാണിച്ചത്. ഇത് ആവശ്യത്തിന് നീളവും വീതിയും വരുന്ന സാധനമാണ് കേട്ടോ. നല്ല ഹൈറ്റും വെയിറ്റും ഉള്ളവർക്ക് പറ്റുന്ന സാധനമാണ്. ഇതെങ്ങനെയുണ്ട് വെച്ചിട്ട്? നല്ല പച്ച ഇണങ്ങുന്നുണ്ട്. മറ്റേ കുട്ടി പൂക്കളിൻ്റെ ഒന്നും കൂടെ ഒന്ന് കാണിക്കാൻ വെച്ച് ചിലപ്പോൾ കുട്ടി പൂക്കൾ വരുന്ന അത് തന്നെ ആൾക്കാർ ഫാൻസ് ഉണ്ടാവും. ഇത്
ഇതൊക്കെ വിത്ത് ഷോളാണല്ലേ? ഏത് ഇതിനൊക്കെ ഉണ്ടോ ചേച്ചി ഷോള്? ഇതൊന്നും എടുത്ത് കാണിക്കാവോ? ഷോളുണ്ടല്ലേ. പിന്നെ ഈ താഴെ ഇരിക്കുന്ന ഗ്രീനിനോ അതിന് ഷോളാണല്ലേ? ഒക്കെ ഷോളുള്ള ടൈപ്പാണ് കേട്ടോ. നമ്മൾ നേരത്തെ നിവർത്തി കാണിച്ച പോലത്തെ ഷോളാണ്. ഇതൊരു നല്ല ഷോളുണ്ടല്ലേ? ഇതിന് ഷോളും ഉണ്ട്. ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കാൻ നല്ല രസമാണ്. ഇത് 250 രൂപയാ? ഇതൊക്കെ നോക്കിക്ക് എന്ത് രസമാണെന്ന് നോക്കി. ഇനിയിപ്പോൾ നൈറ്റ് ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കൊരു ചുരിദാർ സെറ്റൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള ഒരു ബേസ് കളറിൽ എന്തെങ്കിലും പാൻറ്റോ വല്ലതും ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളി 250 രൂപയ്ക്ക് ഒരു സെറ്റ് അങ്ങോട്ട് നമുക്ക് ഒപ്പിച്ചെടുക്കാം അല്ലേ? നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. പിന്നെ ഈ പ്രിൻ്റൊക്കെ ഇത് ഇച്ചിരി ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു പ്രിൻ്റാട്ടോ ഇത് അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ ഇതേപോലുള്ള ഇത്? ചിലവരുണ്ട് ഈ പ്രിൻ്റുകൾ മാത്രം ഉപയോഗിക്കുന്നവരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെയുള്ളവർ. അതാണ് ഞാൻ പറയുന്നത്. നല്ലതാണ്. നമ്മുടെ അമ്മയൊന്നും ഇതുപോലെ ഉപയോഗിച്ച് കണ്ടിട്ടില്ല. ഇത് കൂടുതൽ ഈ പ്രിൻ്റോട് ഇഷ്ടമുള്ളവരാണ് ഇതിങ്ങനെ ഉപയോഗിക്കാറ്. ഇതൊക്കെ നല്ല ബ്രാൻഡഡ് ഐറ്റം തന്നെയാണ്. ഇവരുടെ എല്ലാ പ്രോഡക്ട്സും ഹർഷിതയും നീലം എന്നുള്ള നല്ല കൂടിയ ബ്രാൻഡിൻ്റെ തന്നെയാണ് കേട്ടോ. അങ്ങനെ നിറം പോവുകയോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല. നല്ല ബ്രാൻഡിൻ്റെ പ്രോഡക്ട്സ് തന്നെയാണ് ഇവർ കൊടുക്കുന്നത്. നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. ഇത് തൊടുമ്പോൾ തന്നെ 100% പ്യുവർ കോട്ടൺ ആണ്. നല്ല നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് പിടിക്കുമ്പോൾ തന്നെ. 190 ഫേമസ് പ്രിന്റ് ആയിരിക്കും അല്ലേ നൈറ്റിന്റെ? ഇത് നൈറ്റി പീസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പ്യുവർ കോട്ടൺ ആണ് കേട്ടോ എല്ലാം. ഇട്ടാൽ നല്ല സുഖമുള്ള മെറ്റീരിയൽ ആണ്. രസമില്ലേ കാണാൻ? ഇത് കണ്ടിട്ട് നാൻസിക്ക് ശരിക്കും കഫ്താൻ അടിക്കാനാണ് തോന്നിയത്. നല്ല രസമായിരിക്കും അടിച്ചിട്ടുണ്ടെങ്കിൽ. കുട്ടി കുട്ടി പെമ്പിള്ളേർക്കൊക്കെ വീട്ടിലിടാനായിട്ട് കഫ്താൻ അടിച്ചാൽ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് സുഖമായിട്ട് വീട്ടിലിട്ടുകൊണ്ട് നടക്കാം. അതിൻ്റെ ഒരുപാട് കളറ് അവരുടെ കയ്യിലുണ്ട് കേട്ടോ. നമ്മുടെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുന്ന കളറ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലോട്ട് വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി. അത് അയച്ചു തരും എന്ന് പറഞ്ഞാൽ അവർ അയച്ചു തരും കേട്ടോ. നമ്മുടെ വീട്ടിലോട്ട് നമുക്ക് അവർ കൊറിയർ സർവീസ് ചെയ്ത് തരുന്നതായിരിക്കും. കണ്ടില്ലേ ഈ നമ്പറിലോട്ട് നിങ്ങൾ വാട്സാപ്പിൽ ഒരു ഹായ് അയക്കുക. അവരുടെ കയ്യിലുള്ള സ്റ്റോക്കിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തരും. നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് മിനിമം 10 പീസ് നമ്മൾ വാങ്ങണം. അത് മാത്രമാണ് ഡിമാൻഡ് വരുന്നത്. പല തരത്തിലുള്ള പ്രിന്റുകളും കളേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ തന്നെ ബ്ലാക്കും ഉണ്ടേ. ഇത് ബ്ലാക്കിൽ റെഡില് ബ്ലാക്ക് പോവും, ഇത് ബ്ലാക്കിൽ റെഡ് പോവും. ഇത് ഷോള് വരുന്ന സെറ്റാണ്. ഷോള് ഇതിൻ്റെ കൂടെ. ഇതിൻ്റെ ഒരുപാട് കളറുണ്ട്. ഇതുണ്ട്. ഇത് നല്ലതല്ലേ? ഇത് നൈസ് പ്രിന്റ് അല്ലേ? നല്ല രസമുണ്ട് ഈ പ്രിന്റ് കാണാനായിട്ട്. ചേച്ചി ഓരോന്നോരോന്ന്. ഇത് അടിപൊളി പ്രിന്റ് ആണ് കേട്ടോ. ഇത് ശരിക്കും എന്ത് പ്രിന്റ് ആണ് ചേച്ചി? പോഷൻ പ്രിന്റ് ആണ്. പോഷൻ എന്ന് വെച്ചാൽ ഇത് പോവില്ല. ഇതിന്റെ മേലെ പ്രിന്റ് വരുന്നുണ്ട്. ഇത് പോഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ മേലത്തെ പ്രിന്റ് പോവില്ല. നമുക്ക് നോക്കി അറിയാൻ പറ്റും ഈ പ്രിന്റ് പോവാത്ത പ്രിന്റ്. ഈ പ്രിന്റ് താഴത്തും കൂടി ഇത്തിരി വന്നിട്ടുണ്ടെങ്കിൽ പോവത്തില്ലെന്നാണോ? അല്ല, ഇത് നമ്മുടെ മേലെ വരുന്നത്. പിന്നെ ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. കുട്ടി പൂക്കളിൻ്റെ ആണ്. ചെറിയ ചെറിയ പൂക്കളുണ്ട്. കുട്ടി കുട്ടി പൂക്കളുണ്ട്. വലിയ വലിയ പൂക്കളുണ്ടാകുന്ന വേറെ ഉണ്ട്. വലുതാണ് ഇഷ്ടമെങ്കിൽ വലുതുണ്ട്. പിന്നെ ഇപ്പോൾ വലിയ വലിയ പൂക്കൾ വേണമെന്നുണ്ടെങ്കിൽ വലിയ വലിയ പൂക്കളും കിട്ടും. ചിലർക്ക് വൈറ്റ് ആയിരിക്കും ഇഷ്ടം. സുന്ദരികളായിട്ട് വീട്ടിലേക്ക് ഇഷ്ടമുള്ളവർക്ക് വൈറ്റിൽ പല കളർ പൂക്കൾ വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും വൈറ്റാണ്. ഇതിൻ്റെ ഒരുപാട് കളർ വേരിയേഷൻ ഉണ്ട് കേട്ടോ. പിന്നെ
വരുന്നത് മെഷീൻ എംബ്രോയിഡറി നെക്കിൽ വർക്ക് വരുന്ന ടൈപ്പാണ് കേട്ടോ. ഇതിന് 165 രൂപയാണ് ഒരു പീസിന് വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചുരിദാർ കട്ട് നൈറ്റി ഇല്ലേ, അങ്ങനെ തയ്ക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. ചുരിദാർ കട്ട് നൈറ്റിയുടെ മോഡൽ ഇഷ്ടമില്ല എന്നുള്ളവർക്ക് ചുരിദാർ കട്ടായിട്ട് തയ്ക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുരിദാറിന് ടോപ്പായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അത്രയ്ക്ക് നല്ല നീളവും വീതിയൊക്കെ വരുന്ന തുണിയാണ്. അടിയിൽ നിന്നൊക്കെ നമുക്ക് കൈവട്ടാനൊക്കെ സുഖമായിട്ട് കിട്ടും കേട്ടോ. 165 രൂപയ്ക്ക് താല്പര്യമുള്ളവർക്ക് വാങ്ങാം. ഇതിനകത്ത് എല്ലാ പീസിൽ നിന്ന് നമ്മൾ ഓരോന്നും എടുത്താൽ മതി. ഒറ്റ ടൈപ്പ് തന്നെ എല്ലാം എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ബാന്തിന് പ്രിൻ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല പേസ്റ്റൽ കളറിലാണ് വന്നേക്കുന്നത്. ഭയങ്കര കുത്തണ നിറങ്ങളൊന്നുമല്ല, നല്ല ഭംഗിയുള്ള നിറങ്ങളാട്ടോ വന്നേക്കുന്നത്. ഇത് കൊണ്ടൊക്കെ തയ്ച്ചിട്ട് അടിപൊളിയായിരിക്കും. ഇത് 165 ഉള്ളേ, നൈസാണ് കേട്ടോ. ഇത് നല്ല തൊടുമ്പോഴൊക്കെ നല്ല കോട്ടൺ ആണ്, നല്ല സുഖമായിരിക്കും ഇട്ടിട്ടുണ്ടെങ്കിൽ. വേറെ കളറാണ്. അയ്യോ, ഇതിലെല്ലാ കളേഴ്സും നൈസാണ്. എല്ലാം നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തെ കളറ്. ബാന്തിനിയിൽ തന്നെ സ്റ്റോൺ വാഷ് ചെയ്ത് വരുന്ന മെറ്റീരിയൽ ആട്ടോ. ഇത് നമ്മുടെ ജീൻസിൻ്റെ ഒക്കെ പോലെ വരത്തില്ലേ, അതേപോലത്തെ ഫിനിഷ് ഉള്ളതാണ്. നല്ല രസമായിട്ടോ കാണാനാണ്. എനിക്കാണ് എല്ലാം ഇഷ്ടപ്പെട്ടത്. എല്ലാം ഓരോ പീസ് വീതം മേടിക്കാൻ തോന്നി. പിന്നെ ഇതുപോലത്തെ പല എല്ലാം ഇങ്ങനെ നിറമൊന്നും പോകാത്ത ടൈപ്പ് മെറ്റീരിയൽ ആട്ടോ അവർ കൂടുതലും അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ 143 രൂപ റേറ്റാണ് വരുന്നത് ഒരു പീസിന്. 290 വരും കേട്ടോ. 3 മീറ്റർ തികയത്തില്ല ഇത്. മറ്റേ 3 മീറ്ററും കുറച്ചും കൂടി കൂടുതലുള്ള അതിന് ഇച്ചിരിയും കൂടി പൈസ കൂടുതൽ വരും. അത് ക്വാളിറ്റി അനുസരിച്ചാണ് ഓരോന്നിനും പ്രത്യേകമാണ് വില വരുന്നത്. ആലുവക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കടയിൽ വന്ന് നമുക്ക് നോക്കി സെലക്ട് ചെയ്ത് 10 പീസ് മിനിമം എടുക്കണം. 30 പീസ് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കൂടി ഉണ്ട് കേട്ടോ. മിനിമം 10 ആണ് വരുന്നത്. അതെടുത്തുകൊണ്ട് പോകാൻ നമുക്ക് സുഖമായിട്ട്. എന്നിട്ട് പയ്യനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ബിസിനസ്. അങ്ങനെയാണല്ലോ എല്ലാവരും. ചെറുതായിട്ട് നമ്മളങ്ങ് തുടങ്ങി വെക്കണം. പിന്നീട് അത് വളർച്ച അനുസരിച്ച് നമ്മളങ്ങ് വലുതാക്കി കൊണ്ടുപോകാം എന്നുള്ള കർത്തവ്യം മാത്രം നമ്മൾ ചെയ്താൽ മതി. തന്നെ വളർന്നോളൂ. നൈറ്റിക്കൊക്കെ ഒരുപാട് ആവശ്യക്കാരുള്ളതല്ലേ. മറ്റേ പ്രിൻ്റൊക്കെ നല്ല രസമാണ്. അതുകൊണ്ടൊക്കെ നൈറ്റ് മാത്രമല്ല എന്തും ചെയ്യാം കേട്ടോ. ഇത് കൂടുതൽ വെച്ചിട്ട് നൈറ്റിക്ക് പോകുന്ന മോഡലാണ്. ഇതിപ്പോൾ നൈറ്റ് വേണമെന്നില്ല. കഫ്താനുള്ള അടിക്കുന്നവർക്ക് കഫ്താൻ അടിക്കാം, നൈറ്റി ഡ്രസ്സ് അടിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. റീസണബിൾ റേറ്റിൽ തന്നെയാട്ടോ അവർ നമ്മുടെ ഇതുപോലത്തെ നൈറ്റി മെറ്റീരിയൽ എല്ലാം കൊടുക്കുന്നത്. ആലുവക്കാരാണെന്നുണ്ടെങ്കിൽ നേരിട്ട് കടയിൽ വന്ന് വാങ്ങാം. അല്ലാത്തവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് വാട്സാപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ വീട്ടിലിരുന്ന് ഓർഡർ ചെയ്ത് സാധനം വരുത്താം. എന്നിട്ട് പതിയെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാമെന്നേ ബിസിനസ്. അപ്പോൾ നമ്മൾ എല്ലാ കളക്ഷൻസും കണ്ട് നമുക്ക് തൃപ്തിയായിട്ടുണ്ട്. നിങ്ങളിനി മടിച്ച് നിൽക്കേണ്ട കേട്ടോ. നൈറ്റി ബിസിനസ്സൊക്കെ തുടങ്ങാൻ ഒരുപാട് ആഗ്രഹമുള്ളവരുണ്ട്. പക്ഷേ എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തില്ലാണ്ടിരിക്കുന്നവർക്ക് PKV നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. നിങ്ങളൊന്ന് ബന്ധപ്പെടുക കേട്ടോ അവരുമായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പരാഗ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് കണ്ടു, പക്ഷെ കട തുടങ്ങിയിട്ടില്ല കേട്ടോ. ഓപ്പണിംഗ് സോൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പയ്യനെ അങ്ങോട്ട് ഇറങ്ങി. നല്ല നട്ടപ്പുറ വെയിലാണ്. ആലുവ ഫെഡറൽ ബാങ്ക് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ഇനിയിപ്പം നേരെ മെട്രോയിൽ കയറി നമ്മുടെ വൈക്കം പിടിക്കാനുള്ള പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെയുണ്ടല്ലോ ചെടിയൊക്കെ ഒരുപാട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ആരാണ് അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്തൊരു ചൂടാണ്. അങ്ങനെ നമ്മൾ ഒരുവിധം തൃപ്പൂണിത്തറയിൽ എത്തിയപ്പോൾ ഒരു 3 മണിയായിട്ടുണ്ട്. അവിടുന്ന് biryani.com കയറി കേട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട്. വിശന്നിട്ട് പാടില്ലായിരുന്നു. നാൻസി അധികം കഴിക്കില്ല കേട്ടോ. കണ്ടില്ലേ, എല്ലാ പീസും അവിടെ ഉണ്ട്, ചോറും അവിടെയുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഹാഫ് ബിരിയാണി എന്നുള്ളൊരു പരിപാടി കാര്യം പെട്ടെന്ന് മറന്നുപോയി. അല്ലാന്നുണ്ടെങ്കിൽ ഹാഫ് ബിരിയാണി മേടിച്ചാൽ മതിയായിരുന്നു. ഞാനും ഈ ചിക്കൻ പീസ് ഒന്നും കഴിക്കത്തില്ല. റൈസെല്ലാം ഞാൻ കഴിച്ചു. നാൻസി പിന്നെ റൈസും കഴിച്ചില്ല. അവളെ കൊണ്ട് ഒക്കില്ല. 12 മണിക്കേ മുതലേ വിശക്കണേ എന്ന് പറഞ്ഞ് നടന്നവളാണ്. അത് അത്രേ കഴിച്ചുള്ളൂ കേട്ടോ. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്നും കൂടി എടുത്ത് കഴിച്ചതാണ്. അതേപോലെ തന്നെ മടക്കി അവിടെ വെച്ച്. പിന്നെ മനുഷ്യൻ്റെ വയറിന് ഉൾക്കൊള്ളാവുന്നതല്ലേ കഴിക്കാൻ പറ്റുള്ളല്ലോ അല്ലേ, അങ്ങനെയല്ലേ. അതൊക്കെ ഒന്ന് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നപ്പോൾ വൈകുന്നേരമായി. കുറേ ദിവസമായി നമ്മളൊരു സിനിമയ്ക്ക് പോകണമെന്ന് ഇങ്ങനെ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓഫീസർ ഓൺ ഡ്യൂട്ടിയെ. അപ്പോൾ പെട്ടെന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞ്. എന്നാൽ പിന്നെ പോയേക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ മെട്രോയിൽ പോയതുകൊണ്ട് അത്ര ടയേർഡായില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മരിച്ചായിരിക്കും വീട്ടിലോട്ട് വരുന്നത്. മെട്രോയിലായതുകൊണ്ട് സുഖമായിട്ട് നമ്മൾ പോയി വന്നു കേട്ടോ. അങ്ങനെ വൈകുന്നേരം വന്നിട്ട് ഒരു കട്ടൻ ചായയും മിച്ചറും എല്ലാം കുടിച്ച് അമ്മ വേഗം മീൻകറി വെച്ചുകൊണ്ടിരിക്കുവാണ്. സിനിമയ്ക്ക് പോകണമെന്ന് പെട്ടെന്നല്ല തീരുമാനിച്ചത്. എന്നാൽ പിന്നെ മീൻകറി അങ്ങ് വെച്ചേക്കാന്നുണ്ടെങ്കിൽ സിനിമ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ചോറ് മീൻകറിയും കഴിക്കാമല്ലോ. അങ്ങനെ നമ്മൾ കറിയെല്ലാം സെറ്റ് ചെയ്ത് വറക്കാനുള്ളത് പെരട്ടിയും വെച്ചിട്ട് നമ്മൾ സിനിമ തിയേറ്ററിൽ വന്നിരിക്കുകയാണ്. അവൻ്റെ കൂട്ടുകാരനായിട്ടോ, ഞാൻ അവനെ കണ്ടുപിടിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മൾ വന്ന പാടേ തന്നെ പോപ്കോണാണ് നമുക്ക് മെയിൻ നിർബന്ധം. പോപ്കോൺ ഉണ്ടെങ്കിൽ കിയ കുറച്ച് നേരമൊക്കെ അടങ്ങിയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അലമ്പാണ് കേട്ടോ.
സത്യം പറഞ്ഞ 24 മണിക്കൂറും ജോലി 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 എന്നും പറഞ്ഞ് മാത്രം ഇരിക്കാണ്ട് ഇടയ്ക്കൊക്കെ ഒരു റിലാക്സിന് വേണ്ടിയിട്ട് ഒറ്റയ്ക്കാണെങ്കിൽ ഒരു സിനിമാറ്റിക് ട്രിപ്പ് ഒരു സിനിമയൊക്കെ കണ്ടങ്ങോട്ട് ഇരിക്കണം. കുറച്ച് നേരം നമുക്ക് അവിടെ വേറൊരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കാമല്ലോ, സിനിമയുടെ ഒരു മൂഡിലോട്ട് നമ്മളാകുമല്ലോ. അടിപൊളി സിനിമയായിട്ടോ കാണാൻ. കണ്ടിട്ടില്ലാത്തവരെ പോയി കാണുക. നമ്മളിങ്ങനെ ആദ്യം മുതലേ ഇങ്ങനെ മുൾമുനിയിലിരിക്കും, ഇനി എന്ത് സംഭവിക്കും എന്ന് ഓർത്തിട്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. നമ്മുടെ മീൻകറിയും കരിമീൻ കറി ആട്ടോ, മീൻകറിയും എല്ലാം കൂട്ടി നമ്മൾ ചോറ് കഴിക്കാൻ പോവുകയാണ്. ഇന്നലെ വെച്ച ചീര അമ്മ ഫ്രിഡ്ജിൽ അതേപോലെ വെച്ചേക്കുമായിരുന്നു. ഇന്നാണ് കറി വെക്കുന്നത്. കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചീരക്കറിയും പരിപ്പും നല്ല കോമ്പിനേഷൻ ഉണ്ടോ, പരിപ്പിട്ട് ചീരക്കറി വെക്കുന്നത്. അങ്ങനെ അതെല്ലാം കൂട്ടി നാൻസ് ചോറ് കഴിക്കാൻ പോവാണ്. കിയാരയ്ക്ക് ആദ്യമേ വാരി കൊടുക്കുവാണ്. അപ്പോൾ എത്രയുള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. ഇനിയൊരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.